പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ചപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 11-ാം മാസത്തിൻ്റെ 16-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസുമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിനായി നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ആമേൻ. ഈ 11-ാം മാസത്തിൻ്റെ 16-ാമത്തെ പ്രഭാതം വരെയും സ്വർഗം നമ്മെ കരുതി പരിപാലിച്ചതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മാസത്തിൻ്റെ 3-ാമത്തെ വിശുദ്ധ ആരാധനയുടെ ഒരു പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗം നമ്മെ കൊണ്ടുവന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിപ്പാനെല്ലാം ദൈവം സഹായിച്ചു. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവം അത്ഭുതം ചെയ്യുവാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ദൈവസന്നിധിയിൽ സ്തോത്രം. 145-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു. ദൈവജനത്തിന് എല്ലാ കാലത്തും ശത്രുക്കളുണ്ട്. ദുഷ്ടനായ സാത്താൻ ആരിൽ കൂടെയെങ്കിലും പ്രവർത്തിച്ച് ദൈവമക്കളെ തകർത്തു കളയുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനത്തോടെ തല ഉയർത്തി നടക്കുക എന്നത് ഏതു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്നാൽ പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ നേരിടുന്ന പല കാരണങ്ങൾ കൊണ്ടും പലപ്പോഴും പലർക്കും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടാകാറുണ്ട്. ചിലർക്ക് മാറാത്ത രോഗനിമിത്തമാണെങ്കിൽ മറ്റു ചിലർക്ക് ബുദ്ധിയും കഴിവുമില്ലാത്തതും വിദ്യാഭ്യാസ പരിമിതികളും നിമിത്തവും ചില സമൂഹങ്ങളിൽ തല ഉയർത്തി നിൽക്കുവാൻ കഴിയാതെ വരുന്നു. വിഷയം എന്തു തന്നെ ആയാലും ദൈവത്തിൻ്റെ മുമ്പിൽ അനുതാപത്തോടും കരച്ചിലോടും കൂടെ വീഴുന്നവരെയൊക്കെയും അവിടെ നിന്ന് താങ്ങുകയും അവരുടെ തല കുനിയുവാനിടയായ വിഷയങ്ങളിൽ നിന്നും അവരെ വിടുവിക്കുകയും അവരുടെ തല ഉയരുവാൻ ഇടയാക്കുകയും ചെയ്യുന്ന ദൈവത്തെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പാടുന്നത്. മാറാത്ത രോഗങ്ങളും തീരാത്ത വേദനകളും നിമിത്തം തല ഉയർത്തുവാൻ കഴിയാതെ പോകുന്നവർ വളരെ പേരാണ്. എന്തെല്ലാം ചികിത്സിച്ചാലും ആരെല്ലാം ചികിത്സിച്ചാലും യാതൊരു ഫലവും കൂടാതെ തീർന്നു പോകുന്നവർ ധാരാളം പേരുണ്ട്. 12 വർഷം രക്തസ്രാവത്താൽ താൻ ഭാരപ്പെടുകയും തൻ്റെ തല ഉയരുവാൻ ഇടവരാതെ പല വൈദ്യന്മാരാലും തൻ്റെ സമ്പത്തെല്ലാം കൊടുത്ത് സൗഖ്യം പ്രാപിക്കാതെ ഒരു സ്ത്രീ സമൂഹത്തിൽ തല കുനിയേണ്ടി വന്നവൾ ഒരു ഉണ്ടായിരുന്നു. എന്നാൽ വിശ്വാസത്തോടുകൂടി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ അവൾ തൊട്ടു. അവളുടെ ബാധ അകറ്റി. യേശു അവളെ സൗഖ്യമാക്കി. കർത്താവിൻ്റെ മുമ്പിൽ വീഴുന്നവരെയൊക്കെയും അവിടുന്ന് താങ്ങുകയും കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുകയും ചെയ്യും. ഒറ്റൊരിക്കൽ പള്ളിപ്രമാണിയായ യായിറോസിൻ്റെ തൻ്റെ ഏക മകളുടെ സൗഖ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ കാൽക്കൽ വീണു. വീഴുന്നവരെയൊക്കെയും താങ്ങുന്ന ദൈവം അവൻ്റെ മകളുടെ രോഗത്തിൽ നിന്നും മരണക്കെണികളിൽ നിന്നും വിടുവിക്കുകയും ചെയ്തു. പാപം ചെയ്യുന്ന വ്യക്തിക്ക് ഒരിക്കലും നിവർന്നു നിൽക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ സംഭവിച്ചു പോയ തെറ്റുകളെ ഓർത്ത് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരയുകയും നിൽക്കുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ പ്രാപ്തരാക്കുകയും ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. മക്കൾ ജനിക്കാത്തത് ഒരു കുറ്റം അല്ലെങ്കിലും അത് നിമിത്തം അവഗണന അനുഭവിച്ചു വരികയും മറ്റുള്ളവരുടെ മുമ്പിൽ നിവർന്നു നിൽക്കുവാൻ കഴിയാതെ നിന്നവളായിരുന്നു ഹന്ന. എന്നാൽ അവൾ തൻ്റെ ദുർഗതി ഓർത്ത് ദൈവത്തെ ശപിക്കുകയോ ദൈവത്തിൽ നിന്നും അകന്നു പോവുകയോ ചെയ്യാതെ ദൈവസന്നിധിയിൽ വീണ് കിടന്ന് കരഞ്ഞു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു മറുപടി കൊടുക്കുകയും സ്തോത്രം ഹല്ലേലൂയ അവളുടെ തല ഉയർത്തുകയും ചെയ്തു. സ്വയം നിഗളിച്ചും അഹങ്കരിച്ചും ഉന്നത ഭാവത്തോടെ തല ഉയർത്തിയവരെ ദൈവം താഴ്ത്തിക്കളയുകയും ചെയ്യും.
ആമേൻ. ദൈവസന്നിധിയിൽ വീഴുന്നവരെ അവിടുന്ന് ഉയർത്തുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പലപ്പോഴും നമ്മുടെ തല താഴ്ത്തുന്നത് ഭൗതിക ബാധ്യതകളുടെ നടുവിലാണ്. മറ്റുള്ളവരുടെ സഹായം നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നതും ആ സമയങ്ങളിലാണ്. പലരും നമ്മുടെ നമ്മുടെ മുന്നിൽ മുഖം മറച്ചു കളയുമ്പോൾ നമ്മുടെ തല പലപ്പോഴും താഴ്ന്നു പോകാറുണ്ട്. അവൻ അവിടെയെല്ലാം നമ്മുടെ തല താഴുവാൻ അവൻ എവിടെയൊക്കെ ഇടയായിട്ടുണ്ടോ തക്ക സമയത്ത് അത് ദൈവസന്നിധി താഴുകയാണെങ്കിൽ തക്ക സമയത്ത് കർത്താവ് നമ്മുടെ തല ഉയർത്തുവാനിടയാകും. പ്രിയ ദൈവവേലേ, ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന അവൻ നിങ്ങൾ സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി നിങ്ങൾ ബാധ്യതകളുടെ നടുവിൽ തല താഴ്ത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഭാരപ്പെടേണ്ട. ദൈവസന്നിധിയിൽ തല താഴ്ത്തുക, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ തല ഉയർത്തുവാനിടയാകും. ഭാരപ്പെടേണ്ട കുഞ്ഞെ, ഭയപ്പെടേണ്ട. കർത്താവ് നിങ്ങളുടെ തല ഉയർത്തും, അത് സംശയം വേണ്ട. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ ഒരു നല്ല പ്രഭാതം കൂടെ കാണുവാൻ, ഒരു വിശുദ്ധ പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗ്ഗം നിന്ന് വിലയേറിയ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു. കർത്താവെ, ഞങ്ങളുടെ തല കുനിഞ്ഞിരിക്കുവാൻ ഇടവരാതെ, കർത്താവെ ഞങ്ങളുടെ തല താഴുവാൻ ഇടവരാതെ, ഞങ്ങൾ മനുഷ്യരുടെ മുന്നിൽ താഴുവാൻ അനുവദിക്കാതെ ഞങ്ങളെ ദൈവസന്നിധിയിൽ കർത്താവെ താഴ്ത്തുന്നതിനായി സ്തോത്രം ചെയ്യും. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഈ കർത്താവെ 2025 ഞങ്ങളുടെ തല ഉയർന്ന് കർത്താവെ കാണുവാൻ സ്വർഗം കൃപ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. ഭാരത്തോടുകൂടെ സകല പ്രതികൂലങ്ങളോടുകൂടെ ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം, മകച്ചമങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.